Hello, hi, dear friends. അപ്പോൾ ഞാൻ ഇന്ന് കുറേ പ്ലാനിങ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ടെറസ് കിച്ചണിൽ. അപ്പോൾ ഒരു പാക്കറ്റിൽ നിന്നും കുറച്ച് പാസ്ത എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടുതലും ഇറ്റാലിയൻ പാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മെയിൻ ഫുഡാണ്. ഇറ്റലിക്കാർക്ക് പാസ്ത, പിസ്സ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ ഒരു മെയിൻ ആഹാരമാണ്. നമുക്ക് അവിടെ പോയി കഴിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം അനുഭവപ്പെടും. കാര്യം ഇവിടെ നമ്മൾ കഴിക്കുന്ന പിസ്സയേ അല്ല ഇറ്റാലിയൻ പിസ്സ എന്ന് നമുക്കപ്പോൾ തോന്നും. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് ബെറ്ററാണ് കാര്യങ്ങളൊക്കെ. ഇന്ത്യയിലും ചില വളരെ അങ്ങനത്തെ വളരെ സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റ്സിൽ ഒരു കറക്റ്റായിട്ടുള്ള പിസ്സ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പാസ്ത വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നല്ലേ, പിസ്സയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു കാര്യമാണ്, പാസ്ത വെച്ചൊരു കാര്യം. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാലും ഏതാണ്ടൊരു പിസ്സ പോലെ ഇരിക്കും. ഓക്കെ, പക്ഷേ പിസ്സയാണോ എന്ന് വെച്ചാൽ അങ്ങനത്തെ ക്രസ്റ്റി കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ മുട്ടയെല്ലാം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മളെപ്പോഴും ചെയ്യണം. പാസ്ത വെച്ചിട്ട് പല കാര്യങ്ങൾ, ഇപ്പോൾ റെഡ് സോസിൽ പാസ്ത ചെയ്യാം, വൈറ്റ് സോസിൽ പാസ്ത ചെയ്യാം, ഒത്തിരി ഹെർബ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് പാസ്ത വേവിച്ചിട്ട് ചെയ്യാം. ഇത് പാസ്ത തന്നെ പല ടൈപ്പ് കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എൽബോ പാസ്തയാണ്. എൽബോ ഷേപ്പിൽ, അത് നമ്മുടെ ചെറിയൊരു മാക്രോണിയുടെയൊക്കെ ഷേപ്പ് എന്ന് പറയാം ഏകദേശം. ഓക്കെ, എൽബോ ഷേപ്പ്, ബട്ടർഫ്ലൈസ് പോലത്തെ ഇങ്ങനെ ബോ പോലത്തെ ഷേപ്പിലൊക്കെ കിട്ടും. പല ടൈപ്പ് ഓഫ് പാസ്താസ് കിട്ടും, പല ഷേപ്പിൽ, സൈസിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെൽ ടൈപ്പൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, കാണിച്ചു തരാം. അതെ, ഇത് എൽബോ പാസ്തയാണ്, അതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇതിപ്പോൾ മൈദയാണ്. ഇതിൽ തന്നെ നമുക്ക് വീറ്റ് പാസ്ത വാങ്ങിക്കാൻ കിട്ടും, കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹെൽത്തി വീറ്റ് പാസ്ത, വീട്ടിൽ അതായത് ഗോതമ്പിൽ ഉണ്ടാക്കുന്ന പാസ്ത ആയിരിക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ വീറ്റ് പാസ്ത തന്നെ വാങ്ങിയിട്ട് ചെയ്യാൻ നോക്കും. പാസ്തയിൽ കുറച്ചേറെ വെള്ളം വെച്ചിട്ട് ഞാൻ തിളപ്പിക്കാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. ഇനി അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് അതിനകത്തേക്ക് ഇട്ട് ഒരു 15 to 20 minutes കൊണ്ട് വെന്ത് കിട്ടും. നന്നായിട്ട് സോഫ്റ്റ് ആകട്ടെ. അത് പാകത്തിന് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എപ്പോഴും പാസ്തയാണെങ്കിലും നൂഡിൽസ് ആണെങ്കിലും എല്ലാം തന്നെ തിളപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം, അതിൻ്റെ പശയെല്ലാം പോകാനായിട്ട്. എന്നിട്ട് ഇച്ചിരി ഒലിവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ ഒന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടില്ല. പിന്നെ ഇനി നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അതായത് ഒന്ന് ക്യാപ്സിക്കം. പിന്നെ എല്ലാ സമയത്തും ക്യാപ്സിക്കം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ കാര്യങ്ങളും വെച്ച് ചെയ്യാം. ഇനി അഥവാ ക്യാപ്സിക്കം ഇല്ല എങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഇല്ലാതെയും ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സവാള ഇതിപ്പോൾ 2 ചെറുതാണ്, അത് കാരണം 2 എണ്ണം എടുത്തു, 1 പകരം. ക്യാപ്സിക്കം അരിയാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് ഒരു 2-3 എത്ര എരിവ് അതിനനുസരിച്ച്. വെളുത്തുള്ളിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. അതായത് 1-2 ടീസ്പൂണോളം വെളുത്തുള്ളിയും, ഒരു സവാള, പിന്നെ ഇത് ചെറിയ പച്ചമുളകായതുകൊണ്ടാണ് ഞാനൊരു 2-4 എണ്ണം എടുത്തു, അല്ലെങ്കിൽ 2 എണ്ണം മതി. ക്യാപ്സിക്കവും കൂടി ഒന്ന് അരിയാം. ഒരുപാട് ഫൈനാക്കണ്ട, അത് കാണുന്ന രീതിയിൽ ഇരുന്നോട്ടെ. വെജിറ്റബിൾ കട്ടിങ് ഈസ് ഓവർ. വെള്ളം തിളച്ചു. ഇനി ഞാൻ പാസ്ത ഇടുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്താൽ മതി. ആദ്യമേ ഉപ്പിടണ്ട, അപ്പോൾ അതിൻ്റെ ഒരു വേകാനുള്ള ടൈം കൂടുതലെടുക്കും. ഉപ്പ് നേരത്തെ ഇട്ടാൽ. ഓക്കെ, പാസ്തയും വെന്തിട്ടുണ്ട്. നോക്കിയേ, വെരി സോഫ്റ്റ് ആൻഡ് ടെൻഡർ. മതി. തീ ഓഫ് ചെയ്തിട്ട് ആദ്യത്തെ ഒരിക്കൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിങ്ങനെ തന്നെ ഒരു അരിപ്പയിലൂടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഹോട്ട് വാട്ടർ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വാഷ് ബേസിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് സിങ്കിൻ്റെ അവിടെ കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ കുറച്ച് ഫ്രഷ് വാട്ടർ ഒഴിച്ചു. അവിടെ വെച്ച് തന്നെ കഴിയും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഒരു സൈഡിൽ. നമ്മുടെ ചൂടുവെള്ളം കളഞ്ഞിട്ട് വരാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. അരിയാനുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചല്ലോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ പാസ്ത വേകുന്ന സമയം കൊണ്ട് നമ്മുടെ അരിയൽ കഴിയും. പിന്നെ ഇനി വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 മുട്ട, അത് ബീറ്റ് ചെയ്യണം. അത് കുറച്ച് പാല്, അങ്ങനെ കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രേ ഉള്ളൂ. ഒരു ഓംലെറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ.
ഓക്കെ, അങ്ങനെ 4 മുട്ട ഇസ് റെഡി. ഇനി ഇതിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, പെപ്പർ കുറച്ച് കൂടുതലാണ്, പക്ഷെ കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിനകത്തേക്കൊരു 1/2 കപ്പ് പാൽ. നമ്മുടെ മുട്ട മിശ്രിതം റെഡി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, അതായത് ഇതുപോലൊരു ഒരു ഫ്രൈയിങ് പാൻ, ഒരു പരന്ന നല്ല വലിപ്പത്തിലുള്ളത് കിട്ടിയാൽ ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ സ്പേസ് ചിലപ്പോൾ കുറഞ്ഞു പോകും. ഒരു 2 പ്രാവശ്യമായിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. നോക്കാം, നമുക്ക് ഇത്രയും വലുത് തന്നെ വേണമെന്നില്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗം എന്നാലും മതി. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ വെണ്ണ. ഓക്കെ, നമുക്ക് വെണ്ണ എടുത്തിട്ട് വരാം. 2 ടേബിൾ സ്പൂൺ വെണ്ണ ഉരുക്കിയിട്ട് ഈ വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഈ 3 കാര്യങ്ങളൊന്ന് വഴറ്റണം. നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്, ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിലാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ, പാസ്ത ഞാൻ കംപ്ലീറ്റ് വെള്ളവും ഡ്രെയിൻഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. വെണ്ണ മറക്കണ്ട ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം, അത് ഉരുകി തുടങ്ങി. മണം. ഇനി നമുക്ക് ഗാർലിക് ആദ്യം ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ പച്ചമുളകിനെ കൂടി ചേർക്കാം. ഇനി സൈഡിലേക്കാണ് ഇടുന്നത്. എന്താ അറിയുമോ, ഈ പാത്രത്തിൻ്റെ നടുക്ക് ഭാഗം ഈ ചിരക്കുങ്ങിയായിരിക്കുന്നെന്ന് തോന്നുന്നു. കാര്യം സൈഡിലേക്ക് അങ്ങ് പോവാണ്. ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങുന്നു. ഓക്കെ, വെളുത്തുള്ളിയുടെ ഓക്കെ ഈ ഒരു സ്റ്റേജിൽ നല്ല മണം. സവാള ഓക്കെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇതൊന്ന് വാടിയാൽ മാത്രം മതി, ബ്രൗൺ ഒന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. തീ ഒന്ന് കുറയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ പാസ്ത തണുത്ത് റെഡി ആയിരിക്കുമല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോണ കാര്യം നോക്കിക്കോളൂ. നമ്മുടെ ഈ മുട്ടയുടെ മിശ്രിതവും പാസ്തയും കൂടി ഒന്നിച്ചാക്കും. അപ്പോൾ ഇതും കൂടി ചേർന്ന് വരുമ്പോൾ ആ കുരുമുളക് കൂടി കറക്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കൂടി വരുമ്പോൾ ഓക്കെയാണ്. ഇത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇത് ഓക്കെയാണ്, ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. ഈ ഒരു മൂപ്പിക്കാനായിട്ട് ഇട്ടിരിക്കുന്ന കണ്ടല്ലോ, അതിനെ ഇങ്ങനെ ഫ്ലാറ്റാക്കി വയ്ക്കുക എല്ലാ ഭാഗത്തേക്കും. ഓക്കെ, അതെല്ലാം കൂടി മിക്സ് ആയിക്കോളും. എങ്കിലും ഇതിലേക്ക് തീ വളരെ കുറച്ചിട്ടിരിക്കുവാണ്. നമ്മുടെ പാസ്ത മിശ്രിതം ഒഴിക്കുന്നു. അപ്പോൾ അത് മുട്ടയും പാസ്ത, അപ്പോൾ അതെല്ലാം നന്നായിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാൻ പോകുന്നു. പാസ്തയെല്ലാം ഞാനിങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് അമർത്തി വയ്ക്കാം. ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുട്ടയിലിങ്ങനെ പ്രസ്സായിരിക്കട്ടെ. ഒരു പകുതി സെറ്റാകുന്ന പോലെ ആകുമ്പോൾ ഈ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത് അതിൻ്റെ മുകളിലായിട്ടിടാം. ഇതില്ലെങ്കിൽ ഇടണ്ട, ഓക്കെ, ഉണ്ടെങ്കിൽ ഇടുക. ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ആകാം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും നമ്മൾ പീസസ് ആക്കിയത് ഇട്ട് കഴിഞ്ഞു. ഇനി വേണ്ടത് കുറച്ച് ചീസാണ്. പിന്നെ മുട്ട എന്ന് പറയുമ്പോൾ 4 വലിയ മുട്ടയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 6 മുട്ടയായാലും മുട്ടയുടെ സൈസ് അനുസരിച്ചിട്ട് ചെയ്യുക, പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് കവറായി കിട്ടണം. പിന്നെ കുറച്ച് ചീസ്, കുറച്ച് ഗ്രേറ്റഡ് ചീസ് അതിൻ്റെ മുകളിലായിട്ടിടാം. അപ്പോൾ ഇതിനൊരു ചെറിയൊരു പിസ്സ ലുക്കൊക്കെ വരില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും വരും. ഓക്കെ, ഇനി കുറച്ച് ടൊമാറ്റോ, ഇതൊക്കെ ഒരു പകുതി സെറ്റായി കഴിഞ്ഞു. താഴ്ഭാഗമൊക്കെ ടൊമാറ്റോ വട്ടത്തിന് അരിഞ്ഞത് അതും ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. ഒരു 3 ടൊമാറ്റോ ഇങ്ങനെ ചെയ്യാം. ആക്ച്വലി 3 വലിയ ടൊമാറ്റോ ആണെങ്കിൽ കൂടുതൽ നല്ല. ഇതിപ്പോൾ 2 ചെറുതും 1 വലുതും അങ്ങനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കുറച്ച് ചീസ് ഞാൻ ഇട്ടു, എന്നിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ചീസൊക്കെ ഉള്ളതുപോലെയൊക്കെ ഇട്ടാൽ മതി. ഞാനിച്ചിരി കൂടുതലാണ് എല്ലാ കാര്യങ്ങളും. ഇങ്ങനത്തെ കാര്യങ്ങൾ എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ലാവിഷായിട്ട് ഇടാൻ. ഇനി ഒന്ന് പാത്രം അടച്ച് ചെറിയ രീതിയിൽ കിടക്കട്ടെ, ഒന്ന് സെറ്റായി വരും. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ക്ലിയറിങ് ദ ടേബിൾ. അപ്പോൾ നമ്മുടെ ചീസെല്ലാം മെൽറ്റായി തുടങ്ങിയതേ നോക്കിയേ. വാവ്, പെർഫെക്റ്റ്.
ഇനി തീ ഓഫ് ചെയ്യാം. മതി 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 മതി, എല്ലാം സെറ്റായിട്ടുണ്ട്, ഓൾ സെറ്റ്. ഇനി ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി, ഈ ചീസ് ഇടുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് അവിടെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ ടൊമാറ്റോ നമ്മൾ ഇട്ടില്ലേ, ആ സമയത്ത് തന്നെ വേണമെങ്കിലും ടൊമാറ്റോ സോസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചീസ് ഇട്ടാലും മതി. ചീസിൻ്റെ ഭംഗി കുറച്ചുകൂടി കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടൊമാറ്റോ സോസ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ആ സൗന്ദര്യം കുറച്ച് കുറഞ്ഞു എന്ന് എനിക്കൊരു സംശയം. സോസ് ഓർ കെച്ചപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ. ഓക്കെ, കംപ്ലീറ്റ് ചീസ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് സോ ബ്യൂട്ടിഫുൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എന്താ തോന്നുന്നത്? ഒരു പിസ്സ മാതിരി തോന്നുന്നു. പക്ഷെ പിസ്സ അല്ല, ബട്ട് ഞാനതിനെന്തായാലും പാസ്ത പിസ്സ എന്ന് പേരിടാൻ പോകും. കൊള്ളാമല്ലേ? അതായത് എഗ് പാസ്ത പിസ്സ. ഫൈൻ, നമുക്കിടാലോ എന്ത് പേര് വേണമെങ്കിലും, നമ്മുടെ ഇഷ്ടമല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോസിൻ്റെ കേസ് ഞാനിപ്പോൾ ലാസ്റ്റ് മിനിറ്റാണ് ഇടുന്നത്. ആക്ച്വലി കുറച്ചുകൂടെ നേരത്തെ ഇടേണ്ടതായിരുന്നു. അതായത് ഞാൻ ആ ടൊമാറ്റോ പീസസ് ഇങ്ങനെ വെച്ചില്ലേ, ആ സമയത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങനെ ഡ്രസ്സിൽ ചെയ്തിട്ട് അവിടെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലും കൂടെ ചേർന്ന് ഇങ്ങനെ ചീസ് ഇങ്ങനെ മെൽറ്റായി നിൽക്കും. പക്ഷേ ചിലപ്പോൾ ടൊമാറ്റോ സോസ് അടിയിൽ പോകുമ്പോൾ അത്രയും കളർ കിട്ടില്ല, എങ്കിലും ചീസിൻ്റെ കളറായിരിക്കും ഹൈലൈറ്റായി വരുന്നത്. സംഭവം റെഡി ആയിക്കഴിഞ്ഞു. ഇനി ഇത് അല്പം ഒന്ന് കൂളായിട്ട് ഇതിൽ നിന്നും പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കണം. ഓക്കെ, അടിഭാഗമൊക്കെ ബേസെല്ലാം നല്ലതായിട്ടെന്ന് വെച്ചാൽ മുട്ടയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, മുട്ടയും പാസ്തയും കൂടി ചേർന്ന ഭാഗം. ഇനി നമ്മളിതെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ടൊമാറ്റോസൊക്കെ ഒന്ന് പാകത്തിന് വാടിയിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ആവശ്യത്തിന് വെന്തിട്ടുണ്ടാകും. എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. ഇപ്പോൾ ഏത് ചീസാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് പാമസൻ ചീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടത്. നമ്മുടെ ഇവിടെയെല്ലാം കിട്ടുന്നുണ്ട്, ട്രിവാൻഡ്രം സൈഡിലെല്ലാം പാമസൻ ചീസ് കിട്ടുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചെഡാർ ചീസാകാം. ആൻഡ് അതിനോടൊപ്പം അതല്ലെങ്കിൽ അമുലിൻ്റെ ചീസ് ക്യൂബ്സ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഓക്കെ, ഏതാണെങ്കിലും പ്രശ്നമില്ല. മോസറല്ല വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, നൂല് പോലെ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മോസറല്ല ആണെങ്കിലും ഓക്കെയാണ്. പിസ്സയിൽ എപ്പോഴും നമ്മൾ മോസറല്ല അല്ലേ കൂടുതലും ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോണു. ഓക്കെ, ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മളിങ്ങനെ വളരെ സാവധാനം അങ്ങോട്ട് ആക്കി കൊടുക്കുക ഒരു പ്ലേറ്റിലേക്ക്. ഓക്കെ, അങ്ങനെ ഡീമോൾഡ് ചെയ്തെടുത്തു. ഓക്കെ, അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. ഇതേ അടിഭാഗത്തേക്ക് നോക്കിക്കോളൂ, സൈഡിൽ നിന്ന്. ഓക്കെ, നമ്മളുടെ പാസ്ത പിസ്സ, എഗ് പാസ്ത പിസ്സ ഈസ് റെഡി. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പിസ്സയുടെ മണം, എന്താ അറിയോ, ആ ചീസിൻ്റെയൊക്കെ മണം വന്നപ്പോൾ. പിന്നെ ഇതിന് കുറച്ചുകൂടെ നമുക്ക് ചീസി ആക്കാം, ചീസി അല്ല, കുറച്ചുകൂടെ ആ പിസ്സ മണം കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ടാൽ മതി. ഓക്കെ, നല്ല സോഫ്റ്റാണ്. ഇത് ഇത്രയും വണ്ണമുണ്ട്. എഗ്, ഇഷ്ടംപോലെ മുട്ടയും പാസ്തയുമാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, സാധാരണ പിസ്സയുടെ ക്രസ്റ്റ് ഇച്ചിരി കുറച്ച് ക്രസ്റ്റി ആയിരിക്കില്ലേ ആ ബേസ്, ഇതങ്ങനെ ക്രസ്റ്റി അല്ലല്ലോ, മുട്ടയുടെ അല്ലേ. നോക്കാം. ഓക്കെ, ഇത് കഴിയുന്നിടത്തോളം നമുക്ക് വെഡ്ജസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ഇതൊരു കംപ്ലീറ്റ് മീലാണ് ആക്ച്വലി സ്പീക്കിംഗ്. പിന്നെ ഇൻഡിവിജ്വൽ പോർഷനായിട്ട് എടുത്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. ആ തിക്നെസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഇങ്ങനെ നോക്കിയാലും കാണാം. ഇത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 1 2 3 4 5 6 6 പേർക്ക് കഴിക്കാം. അപ്പോൾ 4 മുതൽ 6 മുട്ട വരെ ഉപയോഗിക്കാം. വലിയ മുട്ടയാണെങ്കിൽ 4, ചെറുത് മീഡിയം ഒക്കെ ആണെങ്കിൽ 6 വരെ ആകാം, കുഴപ്പമില്ല. പിന്നെ ഒരു 2 കപ്പ് പാസ്ത വേവിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആയിരിക്കും. ഇഷ്ടംപോലെ ചീസ് ഉണ്ട്, ക്യാപ്സിക്കം, പിന്നെന്താ ടൊമാറ്റോ സോസ്, എല്ലാ കാര്യങ്ങളും ഇല്ലേ. ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, സോ നൈസ്. അങ്ങനെ നമ്മളുടെ പാസ്ത, എഗ് പാസ്ത പിസ്സ ഈസ് റെഡി. കുട്ടികൾക്കൊക്കെ എക്സലൻ്റ് ആയിട്ട് ഇഷ്ടമാവും. അപ്പോൾ അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് എനിക്ക് തോന്നുന്നു ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുത്തേക്കാം നിങ്ങൾക്ക്. ഇതൊരു ടിഫിൻ ബോക്സ് ഐറ്റം വേണമെങ്കിലും ആക്കാം, ഒരു പ്രശ്നമില്ല. ബോക്സിലാക്കി നല്ലതായിട്ട് ഇത് കൊടുത്തു വിട്ടാൽ മതി, അടച്ചിട്ട് ഉച്ച സമയമാകുമ്പോൾ അവർക്ക് കഴിക്കാൻ സന്തോഷമായിരിക്കും. ഇതങ്ങനെ ഹാർഡായി പോവില്ലല്ലോ. എന്തായാലും ഇത് സോഫ്റ്റാണ്. ആവശ്യത്തിനുള്ള ന്യൂട്രിഷൻ ഇതിനകത്തുണ്ട്. പ്രധാനമായിട്ട്
മുട്ടയുണ്ട്. ഓക്കെ, ധാരാളം പ്രോട്ടീന്. പിന്നെ ക്യാപ്സിക്കം നല്ലതാണ് ഹെൽത്തിന്. ടൊമാറ്റോ ഈസ് ഗുഡ്, ചീസ് ഈസ് ഗുഡ്, കുട്ടികൾക്ക് നല്ലതാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിൽ പാസ്ത മാത്രം മൈദയാണ്, അതിന് പകരം വീറ്റ് ഉപയോഗിക്കാം. എന്തായാലും കുറച്ച് കാർബും എല്ലാം കൂടി ചേർന്ന് വരുന്നതാണല്ലോ. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ടിഫിൻ ഐറ്റം ആക്കാം, ഈവനിങ് ഒരു ഡിന്നർ ഐറ്റം ആക്കാം. എന്തായാലും കുഴപ്പമില്ല, ഒരു കംപ്ലീറ്റ് മീൽ. ഓക്കെ, എല്ലാം ചേർന്ന് വരുന്നത്. കാര്യം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, വെജീസ്. ആൻഡ് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം ടൊമാറ്റോ മാത്രം ആഡ് ചെയ്ത് കാണിച്ചു, ചേർത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ മഷ്റൂംസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഇതിനെ കുറച്ചുകൂടെ ഒരു നോൺ വെജ് ആക്കണമെന്നുണ്ടെങ്കിൽ സോസേജസ് ഒക്കെ അരിഞ്ഞിടാം. പിന്നെ ചിക്കൻ വേണമെങ്കിൽ വേവിച്ച് ഷ്രെഡ് ചെയ്തിടാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. നമ്മളൊരു പിസയിൽ ചെയ്യുന്ന വേരിയേഷൻസ് എന്തൊക്കെയുണ്ടോ അതല്ല. വേറെ വെജിറ്റബിൾസ് ഇടാം, കുറേ ക്യാബേജ് ഇടാം, മിക്സ്ഡ് വെജിറ്റബിൾസ് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം ടോപ്പിംഗ് ആയിട്ട്, ഒരു പ്രശ്നമില്ല. നമ്മൾ ക്യാപ്സിക്കം ഇട്ട സമയത്ത് തന്നെ എല്ലാം ഇടുക. അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കുക, മാറ്റങ്ങളോടുകൂടി തന്നെ ചെയ്യുക. ഇനി ഞാനിതൊന്ന് കഴിക്കട്ടെ. ഓക്കെ, ഞാൻ കഴിക്കാൻ പോകുന്നു. നൈസ്, അടിപൊളി. എന്താണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ മുട്ടയുടെ ടേസ്റ്റൊന്നും അറിയുന്നില്ല. മുട്ട ഉണ്ടെങ്കിലും നമുക്ക് പാസ്തയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്, ക്യാപ്സിക്കം കിട്ടുന്നുണ്ട്, ടൊമാറ്റോ കിട്ടുന്നുണ്ട്, ടൊമാറ്റോ സോസ്, ചീസ്. ആഹാ, എല്ലാം കൂടി ഒരു സമ്മിശ്ര സമ്മേളനം. അടിപൊളി. ടേസ്റ്റ് അറിയാം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ എരിവ് വളരെ കൂടുതലായിട്ടില്ല, ഇച്ചിരൂടെ വേണമെങ്കിലും കെട്ടിക്കോളും. പക്ഷേ കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ഇത് മതിയാകും. മുതിർന്നവർക്കാണ് പ്ലാനെങ്കിൽ കുറച്ചുകൂടെ പെപ്പർ പൊടി ചേർക്കാം, പിന്നെ പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിലും കൂട്ടാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇത് ഇനിയും കഴിക്കാൻ തോന്നുന്നു. താഴെ വെച്ചിട്ട് വീണ്ടും എടുത്താണ്ടോ, അത്രയും ടേസ്റ്റാണ്. തണുത്താലും ടേസ്റ്റൊന്നും കുറയാൻ പോകുന്നില്ല. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഇഷ്ടമായോ വീഡിയോ? ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ലൈക്ക്, കമൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്, നിങ്ങളിത് ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ കുക്കിംഗ് എക്സ്പീരിയൻസ് ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു കാര്യം കൂടി ലാസ്റ്റായിട്ട്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു LN വ്ളോഗ്സ് ആൻഡ് ബി പാർട്ട് ഓഫ് നമ്മളുടെ LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. ഒരു ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.